ശബരിമല യുവതീ പ്രവേശനത്തിൽ മലക്കം മറിഞ്ഞ് സർക്കാർ യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന് കാട്ടി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തുമെന്ന് സൂചന നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ കോടതിയെ അറിയിക്കുമെന്നും പ്രശാന്ത് പമ്പ അയ്യപ്പ സംഗമത്തെപ്പറ്റി വിശദീകരിക്കാൻ വിളിച്ച വാർത്താസമ്മേളനത്തിലാണ് ദേവസ്വം പ്രസിഡന്റ് പുതിയ നിലപാട് അറിയിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. കൃത്യമായി ഭക്തരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്, ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അത്രത്തോളം തിരിച്ചടിയാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ, വോട്ടർമാർ, സാധാരണക്കാർ സർക്കാരിന് നൽകിയത്. ഇപ്പോൾ ടിൻഡുദാസും വിശദാംശങ്ങളുമായി അരുൺ കൊടുങ്ങൂരും ചേരുകയാണ്. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക്. അരുൺ, PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ നിലപാട് മാറുന്നു എന്നുള്ള സൂചനകൾ നൽകിയത്. അതായത് വലിയ തിരിച്ചടിയാണ് ഓരോ സാഹചര്യത്തിലും ഓരോ ഘട്ടത്തിലും സർക്കാരിന് നേരിടേണ്ടി വന്നത്. ഒടുവിൽ മലക്കം മറിഞ്ഞിരിക്കുന്നു, ഭക്തർക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു സർക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും ആ ഒരു വാദം പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത് സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു സമയമാണ്. അയ്യപ്പ ഭക്ത സംഗമത്തിൽ തൊട്ട് കൈപൊള്ളി നിൽക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാന ആവശ്യങ്ങളൊന്നാണ്. അങ്ങനെ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ അന്ന് എടുത്ത നടപടികളൊക്കെ തന്നെയും തെറ്റ് എന്ന് സർക്കാരിന് വീണ്ടും സമ്മതിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്ന ഈ വേളയിൽ മാത്രം ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം, അത് നമുക്കറിയാം 2018 വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു, വലിയ സമരങ്ങൾ ഉണ്ടായിരുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് മുന്നിൽ. കാരണം ഭക്തർക്ക് വേണ്ടി നിലകൊള്ളേണ്ട ശബരിമല പോലുള്ള ഒരു വലിയ സ്ഥാപനത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ദേവസ്വം ബോർഡ് എന്തുകൊണ്ട്, ഒരു സ്ഥാപനമായ ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ ഭക്തർക്കെതിരായി ഉള്ള ഒരു സമീപനമായിരുന്നു ആ സമയങ്ങളിലൊക്കെ തന്നെയും സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ അഡ്വക്കേറ്റ് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത്തരത്തിലൊരു സൂചനകൾ നൽകുമ്പോൾ ഈ ഹൈന്ദവ സംഘടനകളുടെ ഒരു വലിയ ആവശ്യം തന്നെയാണ് ഈ വിഷയം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് കൃത്യമായി തന്നെ ഹൈന്ദവ സംഘടനകൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോയിരുന്നു. അത് ശബരിമലയുടെ പവിത്രമായ, ഏറ്റവും ശ്രേഷ്ഠമായ, പരിപാവനമായ ആചാരം സംരക്ഷിക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ കൊടുത്ത ഈ സത്യവാങ്മൂലം പൂർണ്ണമായും മാറ്റണം, തിരുത്തി എഴുതണം, ഭഗവാനും ഭക്തനും വേണ്ടി ഇത് മാറ്റി എഴുതണമെന്നുള്ള ഒരു വലിയ കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്തായാലും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. എല്ലാ തവണയും അദ്ദേഹം പറയുകയാണ്. എന്തായാലും സത്യവാങ്മൂലം തിരുത്തുമെന്നുള്ള ഒരു സൂചന കൂടി അദ്ദേഹം നൽകുന്നു. അരുൺ തുടരുക. സത്യവാങ്മൂലം തിരുത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. ടിൻഡുദാസ് ചേരുകയാണ് തിരുവനന്തപുരത്തിനും. ടിൻഡു, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ PS പ്രശാന്ത് അത്തരത്തിലുള്ള ഒരു സൂചനകൾ തന്നെയാണ് നൽകിയത്. കാരണം അത്രത്തോളം വലിയ തിരിച്ചടികൾ നേരിട്ട ഒരു സാഹചര്യം, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണ് സർക്കാരിന് മുന്നിലുള്ളത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മുന്നിലുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾക്ക്, ഈ നിലപാടുകൾക്ക്, ഈ നിലപാട് മാറ്റത്തിന്. എന്തൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, വ്യക്തമാക്കിയത്? തിരികെത്താം. അതിനു മുമ്പ് PS പ്രശാന്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ, അതിന് പിന്നെ കൺഫ്യൂഷൻ ഇല്ല. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഒരു കൺഫ്യൂഷനും ഇല്ല. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ആ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും. ഒപ്പം തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു പറയല്ലേ, ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ അതിലെല്ലാം ഇല്ലേ? ടിൻഡുദാസ് ശരിയാണ്. ടിൻഡു, പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് PS പ്രശാന്ത് വ്യക്തമാക്കിയത്? ഈ ഒരു വ്യക്തത തേടിയുള്ള മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം എന്തൊക്കെ ഉത്തരമാണ് നൽകിയത്?
തീർച്ചയായിട്ടും KP വ്യക്തത തേടിയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ ഉത്തരം പറയുന്നില്ല. പക്ഷെ അതിൽ നിന്ന് നമുക്ക് സൂചനകൾ വായിച്ചെടുക്കാൻ സാധിക്കും. നിലവിലിപ്പോൾ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് 2018 ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ കേസുകൾ സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തു നിന്നും ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചൊക്കെ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ്. അതിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. നേരത്തെ നൽകിയ സത്യവാങ്മൂലം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് സർക്കാർ അനുകൂല തീരുമാനമെടുത്തത് കൊണ്ടാണ് യുവതീ പ്രവേശനമൊക്കെ നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിനെ ഫേവർ ചെയ്ത സത്യവാങ്മൂലമാണ് നിലവിൽ സുപ്രീം കോടതിയിലുള്ളത്. അതിനെ തിരുത്തിക്കൊണ്ട് മറ്റൊരു പുതിയ സത്യവാങ്മൂലം കൊടുക്കുമോ എന്ന ചോദ്യത്തിനാണ് പക്ഷേ ദേവസ്വം ബോർഡിന് അത് വ്യക്തമായിട്ടൊരു മറുപടി ഇല്ലാത്തത്. അതിനിങ്ങനെയാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും ധാരണയുള്ളതാണ്. ആ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സത്യവാങ്മൂലം നൽകുക, അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമായിരിക്കും ബോർഡിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ, അതായത് ഈ മാസം നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ ഏതാണ്ട് 3000-ഓളം പേരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. അതിൽ ഒരുപക്ഷെ പ്രധാനമായിട്ടും ചർച്ചയിൽ വന്ന വിഷയമാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഈ ഘട്ടങ്ങളിൽ ചർച്ചയിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി മാധ്യമപ്രവർത്തകർ ഈ കാര്യം ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലാത്തൊരു മറുപടിയാണ്. നമുക്കതിൽ നിന്ന് സൂചന മാത്രമാണ് ലഭിക്കുന്നത്. അത് പക്ഷേ ഈ കാര്യത്തിൽ നിലപാട് തിരുത്തും എന്നുള്ള കാര്യം നമുക്കത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. നിലവിൽ സുപ്രീം കോടതി നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിന് ഉപരിയായിട്ട് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പുതിയ സത്യവാങ്മൂലം കൊടുക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നുണ്ട്. നിലവിൽ നിയമവിദഗ്ധരുമായിട്ട് അത് ചർച്ച ചെയ്ത് നിയമവിദഗ്ധരുമായിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്കായിരിക്കും സർക്കാരും ബോർഡും കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ടിൻഡോ, ഈ സത്യവാങ്മൂലം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി സുപ്രീം കോടതിയെ ഈ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ നേരത്തെ ഈ സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവതീ പ്രവേശനം, നേരത്തെ ടിൻഡു പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ളൊരു നീക്കമുണ്ടായിട്ട് സർക്കാർ സംവിധാനങ്ങൾ പോലീസിൻ്റെയൊക്കെ സംരക്ഷണത്തോടെ ഈ സ്ത്രീകൾ ശബരിമലയിലേക്ക് കടക്കുന്ന ആചാരങ്ങൾ ലംഘിക്കുന്ന ഭക്തരുടെ വികാരത്തെ ആകെ വ്രണപ്പെടുത്തുന്ന മുറിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ ആഘാതമാണ് സർക്കാരിന് ഏൽപ്പിച്ചത്. CPM-നായാലും ഇടതുമുന്നണിക്കാരും സർക്കാരിനായി കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത പൊതുസമൂഹത്തിൻ്റെ ആ ഒരു എതിർപ്പ്, ഭക്തരുടെ എതിർപ്പ്, പൊതുസമൂഹത്തിൻ്റെ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ തിരിച്ചടി അത്രത്തോളം ഭയക്കുന്നുണ്ട് സർക്കാർ, ദേവസ്വം ബോർഡ് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ സർക്കാരുകൾക്ക് ഏറ്റ തിരിച്ചടിയും ഇടതുമുന്നണിക്ക് ഏറ്റ തിരിച്ചടിയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പമ്പ സംഗമത്തിന് ശേഷം എത്താം. KP ശശികല ടീച്ചർ ഹിന്ദോയ്ക്ക് വേണ്ടി മുഖ്യരക്ഷാധികാരി നമ്മളൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഒടുവിൽ സർക്കാർ നിലപാട് തിരുത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. PS പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ, മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത്തരത്തിൽ എന്താണ് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ, അത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ കാണുന്നു ആ വാക്കുകളെ? ഇവിടെ ആ വാക്കുകളൊക്കെ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതിന് സംശയമുണ്ട്. കാരണം ഇത്രയും പുലിവാലൊക്കെ ഉണ്ടാക്കി ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ബുദ്ധിമുട്ടിച്ച് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ കരയിച്ച് ഒരു വാശി പോലെ ആചാര ലംഘനം നടത്തിയവര് അതേ വാശി പോലെ തന്നെ സുപ്രീം കോടതി ഭക്തരുടെ ഭാഗ്യം കൊണ്ടും അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടും ഭക്തരുടെ പോരാട്ട വീര്യം കൊണ്ടും ഒക്കെ സുപ്രീം കോടതി കേസ് രണ്ടാമത് എടുക്കാൻ തയ്യാറായപ്പോഴും സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറായിട്ടില്ല. നാളിതുവരെ 2018 കഴിഞ്ഞതാണത്. അത് കഴിഞ്ഞ് 2025 വരെ ഇങ്ങനെ ഒരു ആലോചനയോ ചർച്ചയോ അവരിൽ നടന്നിട്ടില്ല. ഇപ്പോ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരില് നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിക്കാനും പണം എടുക്കാനുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമം നടക്കുമ്പോൾ അയ്യപ്പ സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന എതിർപ്പ് അത് കാര്യമാത്ര പ്രസക്തി ഉണ്ട് എന്നവർക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്ത സംഗമം അവരുടെ അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് മാത്രം വിജയിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ആ അയ്യപ്പ ഭക്ത സംഗമം പരാജയപ്പെടുത്തിയത് പൂർണ്ണ ബോധ്യമായ ഒരു അവസരത്തിൽ നടത്തുന്ന ഒരു നാടകമാണോ ഇത് എന്നുള്ള സംശയമുണ്ട്. അതായത് PS പ്രശാന്തിന്റെ വാക്കുകളെ, ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ വാക്കുകളെ, സർക്കാർ സംവിധാനങ്ങളുടെ വാക്കുകളെ അത്രത്തോളം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല അല്ലേ? തീർച്ചയായും അനുഭവം അങ്ങനെയാണ്. നമ്മുടെ അനുഭവം ഇതുവരെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുന്നത് വരെ, അതായത് പമ്പ അയ്യപ്പ ഭക്ത സംഗമം ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നത് വരെ
ഒരു അവസ്ഥ ഇപ്പം ഇതിന്റെ ആലോചനാ യോഗം തുടങ്ങിയ മുതൽ ഹൈന്ദവ സംഘടനകളും ഭക്തരും ആവശ്യപ്പെട്ടതാണ് ശബരിമലയിലെ സത്യവാങ്മൂലം നിങ്ങൾ തിരുത്തിയോ, ശബരിമലയിൽ ആചാരത്തിൽ പാലിച്ചുവോ? ഈ ചോദ്യം അവര് പലവട്ടം ചോദിച്ചപ്പോൾ മിണ്ടിയിട്ടില്ല. ഇപ്പോ ഇവിടെ തിരിച്ചു പറഞ്ഞപ്പോ അവർക്ക് ബോധ്യമായി അവരെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം ഭക്തർ അവരുടെ കയ്യിലല്ലിരിക്കുന്നത്. ഏതാനും 10 വ്യവസായികളെ ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അത്തരം കാര്യങ്ങൾ ഭക്തർ ബാക്കി എന്താണെങ്കിലും ഭക്തിയുടെ കാര്യത്തിൽ അവർ ഒരുമിച്ച് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും അയ്യപ്പ ഭക്തർ പറയുന്നതിൽ കാര്യമുണ്ട്. അവിടെയേ ഭക്തർ നിൽക്കുള്ളൂ. ഇത് വിജയിപ്പിക്കാൻ കേരള സർക്കാരിന്റെ മുമ്പ് കൊണ്ട് സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ ഇനി ഇത് നടത്തിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ, കാരണം അയ്യപ്പ ഭക്തരുടെ മോഹമാണ്. അവര് അതിനുവേണ്ടി കണ്ണീരൊഴുക്കിയതിന് കണക്കില്ല, അതിനുവേണ്ടി അവർ ബുദ്ധിമുട്ട് സഹിച്ചതിന് കണക്കില്ല. അപ്പൊ സർക്കാർ ഇത് മാറ്റി തരുമല്ലോ, ഈ സത്യവാങ്മൂലം മാറ്റിക്കൊടുത്ത് ശബരിമലയിൽ ഇനിയും ഒരു വിഷയം യുവതീ പ്രവേശനം എന്ന വിഷയം രണ്ടാമത് വരാത്ത വിധത്തിൽ അതൊരു അടഞ്ഞ അധ്യായമായി മാറുമല്ലോ എന്ന പ്രതീക്ഷ കൊണ്ടെങ്കിലും അയ്യപ്പ ഭക്തർ പങ്കെടുക്കട്ടെ എന്നാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അവരുടെ മോഹം അതാണ് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഇതുവരെ ചതിക്കപ്പെട്ടൊരു സമൂഹത്തിന് ഇതിനെ അങ്ങനെ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. ആത്മഹത്യകളെയാണെങ്കിൽ കല്യാണം. അതെ, വളരെയധികം നന്ദി ടീച്ചർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ടിൻഡോ ദാസ് ചേരുകയാണ്. ടിൻഡോ, ഇത്തരത്തിൽ തിരുത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് PS പ്രസാദ് നൽകിയത്. എന്തൊക്കെയാണ് വാർത്താസമ്മേളനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ സൂചിപ്പിച്ചത്? വാർത്താസമ്മേളനത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം ഉരുത്തിരിഞ്ഞു വന്നത്. കാരണം നമുക്കറിയാം, ഇടത് സർക്കാർ ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അത് ഭക്തരെ കച്ചവടം ചെയ്തുകൊണ്ട്, ഭക്തരെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും വരുമാനം കണ്ടെത്തുക എന്ന് തന്നെയാണ് ഒരുപക്ഷെ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഒരു ചോദ്യം വരുന്നത്. ആചാരം സംരക്ഷിക്കാൻ വേണ്ടി, ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്ത് ഇടപെടലാണ് ഉണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ആ സത്യവാങ്മൂലം, അതായത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതുൾപ്പെടെ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഈ ഘട്ടത്തിൽ എന്ത് പ്രസക്തിയാണ് ഉണ്ടാകുന്നതെന്ന്, അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഘം എന്ന ഈ ഒരു പ്രഹസനം നടത്തുന്ന സമയത്ത് ഈ സത്യവാങ്മൂലം മാറ്റി നൽകാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിയമക്കുരുക്കുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. താൻ ഉൾപ്പെടെ, അതായത് ഈ പ്രസിഡന്റ് ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ വരുന്ന ആളുകൾ നിയമമായി അല്ലെങ്കിൽ അഡ്വക്കേറ്റുകളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഉപരി ഒരു നിയമ വിദഗ്ധരുമായി സംസാരിച്ചുകൊണ്ട് ആർക്കും ദോഷം വരാത്ത രീതിയിൽ ഇത്തരത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് ഭക്തരെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സർക്കാരിൻ്റെ കൂടി പ്രധാനപ്പെട്ട ആവശ്യമാണ്. 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഇടത് സർക്കാർ, ഇന്നത്തെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന സർക്കാരിന് വന്ന വീഴ്ചകൾ, അവർക്ക് വന്ന അല്ലെങ്കിൽ വന്ന ദോഷവശങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പറയാതെ പറയുന്നത്. ആചാര സംരക്ഷണവുമായിട്ട് ഇടത് സർക്കാർ മുന്നോട്ട് പോകുമെന്ന തീരുമാനത്തിലേക്ക് പറയാതെ പറഞ്ഞു വെക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം തിരുത്തപ്പെടണമെന്നും അത് തിരുത്തി അത് പകരം സത്യവാങ്മൂലം നൽകണമെന്നും ഒക്കെ ഉള്ളൊരു തീരുമാനം ഇതിനോടകം തന്നെ സർക്കാർ തലങ്ങളിൽ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ ബോർഡുമായിട്ടും ചർച്ചയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന സൂചനകൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക, അതായത് നേരത്തെ സംസ്ഥാന സർക്കാർ എടുത്ത ആ തീരുമാനങ്ങൾ തെറ്റാണ് എന്നുള്ള തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കഴിഞ്ഞ സർക്കാരുകൾ എന്ത് ചെയ്തു? ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഭക്തരെ നിലത്തിട്ട് ചവിട്ടിയ, ഭക്തരെ നിലത്ത് വലിച്ചിഴച്ച, അല്ലെങ്കിൽ ഭക്തരുടെ പ്രതിഷേധങ്ങൾ കാണാത്ത, വാവിട്ട് കരച്ചിലുകൾ കാണാത്ത സർക്കാരുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പുതിയ രീതിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ തിരുത്തപ്പെടുക എന്നൊരു ആശയത്തിലേക്ക് വരുന്നത്? അത് പ്രധാനമായിട്ടും വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അരുൺ കൊടുങ്ങൂർ കൂടി ചേരുകയാണ്. അരുൺ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ, ഇത് എത്രത്തോളം മുഖവിലേക്കെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഇടതുപക്ഷ സർക്കാരാണ്, ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സർക്കാർ സംവിധാനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ അക്കാര്യം പറയുമ്പോൾ സർക്കാരുമായി കൂടി ആലോചിച്ചിട്ടായിരിക്കാം സ്വാഭാവികമായും ദേവസ്വം ബോർഡ് അധ്യക്ഷൻ അത്തരത്തിൽ ഏകപക്ഷീയം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷേ സർക്കാർ അവിടെ ഈ ഒരു തീരുമാനത്തിലേക്ക്, നിലപാട് മാറ്റത്തിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് ചില ചോദ്യങ്ങൾ ഉയരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ വോട്ടുറപ്പിക്കുക എന്നുള്ള തന്ത്രം ഇത് എത്രത്തോളം വിശ്വസനീയമാകും, അല്ലെങ്കിൽ എത്രത്തോളം വിശ്വസിക്കാം എന്ന വാക്കുകൾ ഈ ഘട്ടത്തിൽ നമുക്കങ്ങനെ പരിശോധിക്കാം അരുൺ?
തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നോക്കേണ്ടത് ഓരോ മണ്ഡലകാലത്തും അഡ്വക്കേറ്റ് PS പ്രശാന്തിൻ്റെ ഒരു നിലപാടുണ്ട്. വീഴ്ചകൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയാൽ അത് കൃത്യമായി തന്നെ തിരുത്താൻ തയ്യാറാകുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ്. അത് എത്ര വലിയ വിഷയമാണെങ്കിലും ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അത് ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ അത് ഈ ഒരു വിഷയം വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഇനി ഇത്തരത്തിൽ ഈ ഒരു സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തുമെന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകുന്നു. പക്ഷേ അതിന് ഒരുപാട് കടമ്പകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ദീർഘകാലമായി നടന്നു വരുന്ന ഒരു വലിയ അഭിപ്രായം, അതോടൊപ്പം തന്നെ സർക്കാർ വലിയ സമ്മർദ്ദത്തിലേക്ക് പോകുന്നു, അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ പോയ ഒരു വിഷയമാണ്. എന്തായാലും നിലവിലെ ഈ വിഷയം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ്. ഹൈന്ദവ സംഘടനകൾ ഏറ്റവും ആദ്യം ഉന്നയിച്ച ഒരു വിഷയം, അതായത് എന്താണ് ഈ ധാർമ്മികമായി അയ്യപ്പ സംഗമം നടത്താനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം അല്ലെങ്കിൽ ധാർമ്മികമായ ബോധം ഇവർക്കുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ ചോദിച്ചത്. അത് സുപ്രീം കോടതിയിൽ കൊടുത്ത ഈ സത്യവാങ്മൂലം തന്നെയാണ് ഇവർക്ക് വലിയ വെല്ലുവിളിയായി വിലങ്ങുതടിയായി നിന്നത്. സർക്കാർ മാത്രമല്ല ദേവസ്വം ബോർഡും യുവതീ പ്രവേശനത്തിന് അനുകൂലമാകുന്ന രീതിയിലുള്ള സത്യവാങ്മൂലം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ മറവിൽ സർക്കാർ ശബരിമലയിൽ കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ആക്ടിവിസ്റ്റുകളെ എത്തിച്ച ശബരിമലയുടെ പവിത്രമായ ആചാരങ്ങൾ ലംഘിക്കാനുള്ള അതിതീവ്രമായ ശ്രമങ്ങളടക്കം നടത്തി സർക്കാരിൻ്റെ സർവ്വ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭക്തരെ വേട്ടയാടുന്ന ഒരു സമീപനം ഒക്കെ തന്നെ എടുത്തു. അതിനൊടുവിൽ ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം അങ്ങ് പമ്പയിൽ നടത്തി 20-ാം തീയതി പമ്പയിൽ നടത്തി മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഉണ്ടാകുന്ന ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാനുള്ള ഒരു ധാർമ്മികമായ ഒരു ബോധം മാത്രമാണ് അദ്ദേഹം കാണിച്ചത് എന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു ഇടപെടൽ വേണമെങ്കിൽ അതിനു മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട്. എന്തായാലും ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ അത് സംരക്ഷിക്കേണ്ടത് തന്നെയാണെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്റെ വാക്കുകളിലൂടെ പറഞ്ഞത്. പക്ഷേ ഈ ഭക്തരുടെ വികാരങ്ങൾക്ക് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോകേണ്ട ഒരു രീതിക്ക് ഒടുവിൽ സർക്കാർ നിലപാട് തിരുത്തുന്നു, മുട്ടുമടക്കുന്നു ഭക്തരുടെ വികാരങ്ങൾക്ക് മുന്നിൽ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? അരുൺലേഖത്തെ ഇപ്പോൾ ശ്രീ RV ബാബു ഹിന്ദുയ്ക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, സർക്കാർ നിലപാട് തിരുത്തും എന്നുള്ള സൂചനകൾ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. അതായത് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കും, സുപ്രീം കോടതിയെ ഇക്കാര്യം അറിയിക്കും. എങ്ങനെ കാണാം? അല്ല, സർക്കാർ ആദ്യം ചെയ്യേണ്ടത് സർക്കാരിന്റെ അഫിഡാവിറ്റ് പിൻവലിക്കുക എന്നുള്ളതാണ്. ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കേസിൽ സർക്കാരിന്റെ നിലപാട് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാം, ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാം എന്നുള്ളതായിരുന്നു. അപ്പൊ ആ നിലപാട് തിരുത്തുക ആദ്യം തന്നെ. രണ്ട്, സർക്കാർ ഈ സമരവും യുവതി പ്രവേശനവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് വിശ്വാസികൾ നടത്തിയിട്ടുള്ള സമരമുണ്ട്. ആ സമരവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ആ കേസുകളൊക്കെ പിൻവലിക്കണം. അപ്പോ അങ്ങനെ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അയ്യപ്പ വിശ്വാസികൾക്കുണ്ടാക്കിയ മനോവിഷമത്തിനും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്കും മുഴുവൻ സർക്കാർ പിണറായി വിജയൻ മാപ്പ് പറയണം. അയ്യപ്പ വിശ്വാസികളോട് ഹൈന്ദവ സമൂഹത്തോട് പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടത് അതെനിക്ക് പറ്റിയതാണ് എന്ന് മാപ്പ് പറയാനും ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ മാപ്പ് പറയണം. ഏതായാലും ഈ ഒരു വിഷയത്തെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഹിന്ദു സമൂഹത്തിന്റെ പ്രതിഷേധത്തെ വകവയ്ക്കാതെ ഒരു ഗവൺമെന്റിനും കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത തരത്തിലേക്ക് ഹൈന്ദവ സമൂഹം ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ജാഗരൂകരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിന്റെ നിലനിൽപ്പ് അടുത്ത തവണ അധികാരത്തിൽ വരാൻ വേറൊരു വഴിയും കാണുന്നില്ല. ഹിന്ദുക്കളെ ഇനി പിടിക്കുക, ഹിന്ദുക്കളുടെ വോട്ട് തട്ടിയെടുക്കാൻ നോക്കുക എന്നല്ലാതെ വേറൊരു വഴിയും സർക്കാരിന് മുമ്പിലില്ല. ശ്രീ RV ബാബു, അത്തരത്തിലൊരു തിരിച്ചറിവിലേക്ക് സർക്കാർ ഒടുവിലെത്തി. ഭക്തരുടെ വികാരം കാണാതെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രത്തോളം പ്രതിഷേധം അലയടിക്കുമ്പോൾ സ്വാഭാവികമായും ആ നിലപാടുകൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നിരിക്കുന്നു സർക്കാർ. അതേസമയം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഭക്തരുടെ മേൽ ചുമത്തിയിട്ടുള്ള കേസുകൾ പിൻവലിക്കണം, മാപ്പ് പറയാൻ. കാരണം അത്രത്തോളം ക്രൂരതയാണ്, മനസാക്ഷിയെ പോലും ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയാണ് പോലീസ് സംവിധാനങ്ങൾ ഭക്തരോട് കാണിച്ചത്. അവരോട് മാപ്പ് പറയാനും സർക്കാർ തയ്യാറാകണം അല്ലേ? തീർച്ചയായും കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭം, 10,000-കണക്കിന് ആൾക്കാർ, അതില് ഈ സർക്കാർ എത്ര ചെറുപ്പക്കാരുടെ ഭാവിയാണ് നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്, എത്ര യുവാക്കൾക്കാണ് അവരുടെ ജോലി നഷ്ടപ്പെട്ടു പോയത്.
എത്ര യുവാക്കൾക്കാണ് സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടത്, പോലീസ് ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പലരെയും കേസിൽപ്പെടുത്തി അവരുടെ ഭാവി നശിപ്പിച്ച് അവരെ എന്നേക്കുമായിട്ട് തൊഴിൽരഹിതരാക്കി മാറ്റിയ ഒരു സർക്കാരാണ്. അപ്പോ ആ സർക്കാർ നടത്തിയിട്ടുള്ള ക്രൂരതയ്ക്ക് തീർച്ചയായും സർക്കാർ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് പറയണം. ഒപ്പം തന്നെ ഈ കേസുകൾ മുഴുവൻ പിൻവലിച്ച് വിശ്വാസികളെ കുറ്റവിമുക്തരാക്കുന്ന സമീപനം സർക്കാർ സ്വീകരിക്കണം. ഇതാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഞാൻ അടിവരയിട്ട് പറയുന്നു, സർക്കാരിന്റെ ഈ നീക്കമെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. കേരളത്തിൽ ഭൂരിപക്ഷ സമൂഹം ഇടതുപക്ഷത്തു നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സർക്കാർ ഈ നിലപാട് മാറ്റം എടുക്കുന്നത്. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിഷേധത്തെ വകവയ്ക്കാതെ ഇനി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടി ഈ വിഷയത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. യെസ്, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു. ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന് വീണ്ടും അരുൺ കൊടുങ്ങൂരിലേക്ക്. അരുൺ, അത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഈ നിലപാട് തിരുത്താതെ ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പിണറായി സർക്കാരിന് ബോധ്യമായിരിക്കുന്നു. അത്രത്തോളം ഹൈന്ദവരുടെ വികാരം ഉണർന്നിട്ടുണ്ട്. ഹൈന്ദവരുടെ പ്രതിഷേധങ്ങളെ ഏത് തരത്തിലും തല്ലിച്ചറിച്ച് മുന്നോട്ട് പോകാൻ ആകില്ല എന്നുള്ള ആ ഒരു വകതിരിവ്, ആ ഒരു ബോധ്യത്തിലേക്കാണ് സർക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് അയ്യപ്പ ഭക്ത സംഗമം. അത് സർക്കാരിൻ്റെ ഒരു പരിപാടിയായി മാറ്റിയെടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒഴിവാക്കി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ തന്നെ കൃത്യമായി തന്നെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി ഈ ഒരു വലിയ പരിപാടിയായി 3000-ഓളം അയ്യപ്പ ഭക്തരെ, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഗമം നടത്തുന്നുവെന്ന് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചത്. ഇതിനുശേഷമുണ്ടായ വലിയ പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ, ചോദ്യങ്ങൾ, ഇതൊക്കെ തന്നെ സർക്കാരിന് ഏറെ ഭയമുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെ സർക്കാരിനെ വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലാക്കുന്ന ചോദ്യങ്ങളായിരുന്നു അവ ഓരോന്നും. അത് ഏറ്റവും ഒടുവിൽ ഈ ശബരിമലയിൽ, പമ്പയിൽ ഈ ഇത്തരമൊരു സംഗമം നടത്തുന്നതിൻ്റെ ഒരു ധാർമ്മികത അത് കൃത്യമായി തന്നെ ഹൈന്ദവ സംഘടനകൾ അക്കമിട്ട് നിരത്തി ചോദിച്ചിരുന്നു. അതിലെ ഏറ്റവും ആദ്യത്തെ ചോദ്യം തന്നെയായിരുന്നു സുപ്രീം കോടതിയിൽ കൊടുത്ത ആ സത്യവാങ്മൂലം. അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി, വിലങ്ങുതടിയായി സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നത്. കാരണം ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ അയ്യപ്പ ഭക്ത സംഗമം ഒരു വശത്ത് നടത്തുമ്പോൾ ശബരിമലയുടെ ഏറ്റവും പവിത്രമായ, ഏറ്റവും ശ്രേഷ്ഠമായ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു മറു ചോദ്യം ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിക്കുമ്പോഴും അതിന് കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. നിയമവിദഗ്ധരുമായി അടക്കം കൂടിയാലോചിച്ചതിന് ശേഷം തുടർ നടപടികൾ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് പറയുന്നത്. എന്തായാലും മുൻപ് 2018 ശേഷം പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരോടും സർക്കാരിനോടും നമ്മൾ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചാണ്. അന്ന് ഈ ചോദ്യങ്ങളൊന്നും തന്നെ കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല. ഇന്ന് ഈ ചോദ്യം കേൾക്കാനും അതിനുള്ള മറുപടി പറയാനും അവർ തയ്യാറായതിൻ്റെ ഒറ്റ ഒരു കാരണം 20-ാം തീയതി സെപ്റ്റംബർ 20-ന് പവിത്രമായ പമ്പാ തീരത്ത് നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമമാണ്. കാരണം അന്യ സംസ്ഥാനങ്ങളിലടക്കം സർക്കാർ കാണിക്കുന്ന ഈ ചെയ്തികൾ, ഭക്തർക്ക് വേട്ടയാടുന്ന സമീപനങ്ങൾ, ഇതൊക്കെ തന്നെ വ്യാപകമായുള്ള പ്രചരണങ്ങൾ, അന്യ സംസ്ഥാനത്ത് നിന്നടക്കം ഭക്തരുടെ പ്രതിനിധികൾ എന്ന്, അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരുൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. അവരുടെ മുന്നിലേക്ക് ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും എത്തുമ്പോൾ അതിന് മറുപടി പറയാൻ സർക്കാരിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരുത്താനുള്ള ഒരു ആലോചന എന്നുള്ള ഒരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ അധികൃതർ എത്തുന്നതെന്ന് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയുക. സുരേഷ്, അത് തന്നെയാണ് യാഥാർത്ഥ്യം. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഒടുവിൽ സർക്കാർ നിലപാട് തിരുത്തുമെന്ന സൂചന തന്നെയാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അരുൺ കൊടുങ്ങൂരും ഒപ്പം ടിൻഡു ദാസുമാണ് വിശദാംശങ്ങൾ നൽകിയത്.